പരുത്തിപ്പള്ളി വനമേഖലയിൽ പരിസ്ഥിതി പുനരുജ്ജീവന പ്രവർത്തനങ്ങളിൽ വനം വകുപ്പുമായി കൈകോർത്ത് UST. പദ്ധതിയുടെ ഭാഗമായി 2500 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി പുനരുജ്ജീവനത്തിനായി കേരള വനം വന്യജീവി സംരക്ഷണ വകുപ്പുമായി കൈകോർക്കുന്ന ആദ്യ കമ്പനിയാണ് UST. So this is one of the core activities of Forest Department. പ്രകൃതി വന സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ് കമ്പനിയായ USTയുടെ പുതിയ ഉദ്യമം. From nature point of view, from environment point of view, നമുക്കെല്ലാം രക്ഷാകവചമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം നേരത്തെ ഇത് ആക്കാൻ പറ്റുമോ, എത്രത്തോളം നേരത്തെ ഇതിനെ റെസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് സ്റ്റേറ്റിന് എന്നുള്ളതാണ്. പേപ്പാർ അണക്കെട്ടിന് സമീപം പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിലാണ് UST പങ്കാളിത്തത്തോടെ പരിസ്ഥിതി പുനരുജ്ജീവന പദ്ധതി. പേപ്പാറ വന്യജീവി സങ്കേതത്തിന് സമീപം അക്വേഷ്യ മരങ്ങൾ വെട്ടിത്തെളിച്ച 98.5 ഹെക്ടർ വനഭൂമിയിൽ 3 ഹെക്ടറിലായി കിടക്കുന്ന പ്രദേശത്തിന്റെ പുനരുജ്ജീവനത്തിനാണ് ശ്രമം. ഇവിടെ 2500 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കളനിയന്ത്രണം, മരം വെച്ചുപിടിപ്പിക്കൽ, അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് വഴി വനത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുകയും മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. UST വനം വകുപ്പുമായി ചേർന്ന് അവബോധ പരിപാടികളും ശില്പശാലകളും സംഘടിപ്പിക്കും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും ഇതേപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള പലരുടെയും സഹായം കൊണ്ട് 1 ലക്ഷം മരം വെച്ചുപിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ P. പുകഴേന്തി, തിരുവനന്തപുരം DFO A. ഷാനവാസ്, UST ചീഫ് വാല്യൂസ് ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ, UST തിരുവനന്തപുരം സെൻട്രൽ ഹെഡ് ശില്പ മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.